ഹലോ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല, എന്നാൽ കുറേശ്ശേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് ആദ്യത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതേ രാവിലെ തന്നെ ഏട്ടൻ പോയി. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കുറച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്ന് പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. ഏട്ടൻ പോയതിന് ശേഷം ഞാൻ ആലോചിച്ച് ശരി ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ഇവർക്ക് ഇന്ന് ലീവായിരുന്നു, എക്സാം ആയതുകൊണ്ട് എക്സാമിന് മാത്രം പോയാൽ മതി, ബാക്കിയുള്ള ദിവസം ലീവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് എക്സാമിൻ്റെ തലേ ദിവസം. അതാണ് കാണുന്നത്. വരെ കുറച്ച് 2-3 എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഏട്ടൻ പോയതിന് ശേഷം ഞാൻ അവരെ വിളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രാവിലെ വിളിച്ചെണീപ്പിച്ചത് ഞാൻ ചായ വെച്ചു. രാവിലെ പാലക് പറാത്ത ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അത് ഏട്ടൻ കഴിച്ചിട്ട് ഏട്ടൻ പോയി. തൈര് ഉണ്ടായിരുന്നു, സോയാബീൻ ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ സോയാബീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വിളിച്ചെണിക്കാൻ ഭയങ്കര മടിയാണ് രണ്ടുപേർക്കും. പിന്നെ അത് ആമി എണിച്ച് ബ്രഷൊക്കെ ചെയ്തു. ദേവു പല്ല് തേക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിരുന്നാണ്. അപ്പോൾ രാവിലെ തന്നെ രണ്ടുപേർക്ക് 2 മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കറിയൊന്നും വേണ്ട. അതുപോലെ സ്കൂളില്ലാതിരിക്കുന്ന ദിവസമാണ് ഞാൻ അധികം ഇങ്ങനെ മുട്ട പുഴുങ്ങി കൊടുക്കാൻ നോക്കുക. ആമി പിന്നെ വെറുതെ കഴിച്ചു, അവൾക്ക് ഒന്നും വേണ്ട. പക്ഷെ ദേവു സോസ് കണ്ട് പിന്നെ ദേവു സോസ് എടുക്കും. പിന്നെ ആമി തൈരും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത്. പിന്നെ ഞാൻ എനിക്കുള്ളത് എടുത്തു. എനിക്കും കറി ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ചായ കൂട്ടി കഴിച്ചു. അപ്പോൾ കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് രണ്ടുപേരെയും പഠിക്കാൻ ഇരുത്തിയിരിക്കുക കേട്ടോ. എക്സാം ആണല്ലോ, ഹാഫ് ഇയർലി എക്സാം നടക്കണം ഇപ്പോൾ ഇവിടെ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരികയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ശർക്കര ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അത് നോക്കിയപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാത്തതുകൊണ്ടാവുന്നു അത് പൂപ്പൽ വന്നു. അപ്പം ഞാനതെടുത്ത് കഴുകി പാനിയാക്കി വെക്കാം. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് പാനിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പൂൺ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാനപ്പോൾ അത് ചെയ്തു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ മുട്ട എടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇത് ആമി പറഞ്ഞു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് തരുമെന്ന്. അപ്പോൾ അത് അവൾക്ക് അങ്ങനെ കട്ടൊക്കെ ചെയ്ത് കൊടുത്തപ്പം അതൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ അത് ഞാൻ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചൂടാറിയിട്ട് വേണം നമുക്ക് മാറ്റാൻ. അപ്പം പിന്നെ വിചാരിച്ചു ചോറ് വയ്ക്കാം. ഇന്ന് വലിയ കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടാക്കണില്ല, രസം മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഏട്ടൻ പറഞ്ഞു വൈകിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാമെന്ന്. കാരണം ശനിയാഴ്ചത്തെയാണ്, ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ചിക്കൻ കഴിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നവരാത്രി ആരംഭമായതുകൊണ്ട് 9 ദിവസത്തിന് ഞാൻ കുട്ടികൾക്കൊന്നും കൊടുക്കില്ല. അപ്പോൾ പിന്നെ പിള്ളേർ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വൈകുന്നേരം വാങ്ങിക്കാം, എന്നാൽ പിന്നെ ഒരു കുറച്ച് ദിവസത്തിന് വേണ്ട, നോൺ വെജ് ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അന്ന് രസമാക്കി. അപ്പോൾ അത് രസം ഉണ്ടാക്കി. പിന്നെ രസം മാത്രമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊണ്ടാട്ടം. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അത് രണ്ടുപേരും എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. അപ്പോൾ അതും എടുത്ത് വെച്ചു. പക്ഷേ വെറുതെ രസം മാത്രമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് പിന്നെ സോയാബീൻ ഉണ്ടായിരുന്നു കുറച്ച്, അത് പിന്നെ ഇവർക്കൊന്നും വേണ്ട. അപ്പോൾ അത് രണ്ടുപേരുടെയും കുളി കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് മീതെ മേക്കപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഫോൺ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും എടുത്തിട്ട് വീഡിയോ എടുക്കില്ല പണി. അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് ഇതിലൊന്ന് കൊടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പേര് ദേവു. ഞാനൊരു ചെറിയ മേക്കപ്പ് ചെയ്ത് തരാൻ പോകാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു ലോഷൻ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ മേക്കപ്പ്. പൗഡർ ഉണ്ട്, ലോഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ ഞാൻ ഇന്ന് മുടിയും കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ പരിപാടി. ഫോൺ എനിക്ക് എവിടെയും വെക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു. അത് പിന്നെ സോയാബീൻ രണ്ടുപേർക്കും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ശർക്കര പാനി ചൂടൊക്കെ അറിയപ്പോൾ ഞാനതൊരു ഡപ്പയിലേക്ക് മാറ്റി. അപ്പോഴേക്കും നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നിട്ട് പോയി. അതിനുശേഷം ഞാൻ പിന്നെ മെഷീനിൽ തുണിയൊക്കെ ഇട്ട് അപ്പോഴേക്കും ഏട്ടനും അവർ ഒന്നിച്ചാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഫോട്ടോ എടുക്കാൻ പോകണതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കെട്ടിത്തരണമെന്ന് പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടില്ല, ഒരുപാട് ടൈം എടുക്കും. ശരി, ഒരാൾക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും വേണമല്ലോ. അപ്പോൾ അത് രണ്ടുപേർക്കും ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ എനിക്കുള്ളത് അയൺ ചെയ്ത് അവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ തന്നെ എടുത്തതാണ് കേട്ടോ അത് വീഡിയോ. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു ആള് എന്നെ കാണാതെ. അപ്പോൾ അതാ ഞങ്ങളൊക്കെ റെഡിയായി. ഏട്ടൻ നേരത്തെ താഴെ ഇറങ്ങി. പിന്നെ ഞങ്ങളിതാ 3 പേരും റെഡിയായി ഇറങ്ങി. ഞങ്ങളങ്ങനെ പോയി. സൂലൂരാണ് പോയത്. സൂലൂർ പോയി നമ്മളെപ്പോഴും എടുക്കാറില്ല, എപ്പോഴും പറഞ്ഞാൽ കുറേ കാലമായി എടുക്കുമ്പോൾ അവിടെ പോയി എടുക്കൽ. അപ്പോൾ ആമിക്ക് 2 വയസ്സ് എന്തോ ഉണ്ടായിരുന്നപ്പോൾ പോയി എടുത്തതാണ് ലാസ്റ്റായിട്ട്. പിന്നെ ഇപ്പോഴാണ് പോയി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ സൂലൂർ നല്ല ട്രാഫിക് ഉണ്ടാവും. പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയപ്പോൾ. പിന്നെ പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ. ഇത് കണ്ടോ, കുറച്ച് ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിതാ എടുക്കാനുള്ള സ്ഥലം എത്തി.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ, ബാലൂസ് ഡിജിറ്റൽ സ്റ്റുഡിയോ. ഇവിടെയാണ് കേട്ടോ പോയി എടുത്തത്. എനിക്ക് ഓർമ്മയില്ലല്ലോ, ആമിക്ക് 2 വയസ്സുണ്ടാകുമ്പോൾ എന്തോ വന്നതല്ലേ. ഇപ്പോൾ വന്നിട്ട് 4-5 വർഷമായി. അപ്പോൾ അവർ അതിൻ്റെ ഒരു സ്റ്റുഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാസ്പോർട്ട് സൈസ് എടുക്കണമായിരുന്നു 2 പേരുടെയും. അപ്പോൾ അതേ ആദ്യം ദേവുവിൻ്റെ പാസ്പോർട്ട് സൈസ് എടുത്തു. അപ്പോൾ അവൾക്കില്ല, ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു, കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ആമിക്ക് ഇതിലും എടുക്കണം, യൂണിഫോമിലും എടുക്കണമായിരുന്നു. അപ്പോൾ ഇതിലെടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ യൂണിഫോം മാറ്റി കൊടുത്തിട്ട് മുടി ഞാൻ പിന്നെ ഇടായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടോ. ഫോട്ടോയിലൊരു എന്തോ പോലെ തോന്നി, അങ്ങനെ മുടി ഇങ്ങനെ കെട്ടിക്കൊടുത്തോണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അങ്ങനെ എടുത്തു. പിന്നെ ഇട്ടില്ല. പിന്നെ അങ്ങനെ എടുത്തിട്ട് അവർ വാച്ച് എൻ്റെ നന്നാക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനും മോളും കൂടെ പോയി. ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നു. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്റ്റുഡിയോൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കട കണ്ടു, ഈ ബേൽപൂരി കാളൻ, അങ്ങനെ അതിവിടെ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ ശരി എന്നാൽ പിന്നെ കാളൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാ, ഇരിക്കുന്ന സീനായി കാണുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴുമാണ് ഇങ്ങനെ കടകളിലൊക്കെ ഇരുന്ന് കഴിക്കൽ, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമുക്കത് ഇഷ്ടപ്പെടില്ല. എനിക്കൊന്നാമത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ദേവുവിന് ഇവർക്ക് 2 പേർക്കും എരിവ് പറ്റില്ല ഒട്ടും. അപ്പോൾ കടകളിൽ ഇവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കില്ലല്ലോ, കുറച്ച് പോലും കൂടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികവും കടയിൽ നിന്ന് ഇരുന്ന് കഴിക്കില്ല. വാങ്ങിക്കൂട്ടോ, വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാർസൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കൽ വളരെ കുറവാണ്. പിന്നെ അത് വലിയ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ എവിടെ നിന്നും കഴിക്കാറില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല. നമ്മൾ വെറുതെ പോയി കഴിച്ച് നോക്കിയതാ, പക്ഷേ ഒന്നിനും കൊള്ളില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് കഴിക്കുന്നതായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ ഇതിലും നന്നായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്തോ നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കഴിച്ചപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് തിരിച്ചു പോയിട്ടാണ്. അപ്പോൾ തിരിച്ചു പോകുന്നവർ ഞാൻ പറഞ്ഞില്ല ചിക്കൻ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. സൂലൂരിൽ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു, പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് കുക്കറിൽ വെച്ചു. ടൈം ആയതുകൊണ്ട് ഞാൻ കുക്കറിലെല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചു. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അവരിതായിരുന്നു കഴിച്ചു. കഴിക്കുന്ന സീന കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു പാലക്കിൻ്റെ. അപ്പോൾ അത് ഞാനും ഏട്ടനും കൂടി എടുത്ത് കുറച്ച് ചോറും രസമൊക്കെ എടുത്ത് ഞങ്ങളും കഴിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോഴേക്കും പിന്നെ അവർ ഉറങ്ങി, രാവിലെ എണിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇവൾ ചിലപ്പോൾ ഉറങ്ങും ദേവുട്ടി. അപ്പം ഞാനത് നോക്കുകയാണ്, അവൾ ശരിക്കും ഉറങ്ങുകയാണോ അതോ കള്ളത്തരം കാണിക്കുകയാണോ എന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ട് ബുക്കൊക്കെ വെച്ചിട്ട്. പിന്നെ ഞാനതെടുത്ത് മാറ്റി വെച്ച്, ഇപ്പോൾ ഇതൊരു ശീലമായിരിക്കുകയാണ് ആൾക്ക്, ബുക്ക് വെച്ചിട്ട് വായിച്ച് കിടന്നുറങ്ങുക. എന്നിട്ട് ആ ബുക്കിന് അങ്ങനെ മുഖത്ത് മൂടിയിട്ട് കിടക്കും. ഇത് പിന്നെ പിറ്റേ ദിവസം വിചാരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പയർ പുഴുങ്ങാം, മുട്ട പുഴുങ്ങാം, എന്നാൽ പിന്നെ അത് മതിയെന്ന് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ എടുത്ത ഫോട്ടോസ് കേട്ടോ. പാസ്പോർട്ട് സൈസ് ഞാൻ പറഞ്ഞില്ല, ആമിൻ്റെ യൂണിഫോം ഇട്ടത് കുറച്ച് ആ മുടി കെട്ടിയത് ശരിയാവാതെ എന്തോ പോലെയായി. ബാക്കിയെല്ലാം നന്നായിരുന്നു, കുഴപ്പമില്ല. എനിക്കൊന്ന് കുറച്ച് പിന്നെ ഇട്ടിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നാവുമായിരുന്നു എന്ന്. പിന്നെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് കുറേ ആയതുകൊണ്ട് നേരത്തെ എടുത്തത് ആമിക്ക് പറഞ്ഞല്ലോ 2 വയസ്സാകുമ്പോഴാണ്. പിന്നെ ഇപ്പോഴാണൊന്ന് പോയി സ്റ്റുഡിയോയിൽ പോയി എടുക്കണത്. പിന്നെ നമ്മുടെ കയ്യിൽ ഫോട്ടോസൊക്കെ ഫോണിലുള്ളതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിചാരിച്ചു ശരി സ്റ്റുഡിയോയിലാകുമ്പോഴത്തേക്ക് ക്വാളിറ്റിയോടെ എടുക്കാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.